നമ്മളൊക്കെ പെരുമാറുന്ന എല്ലാവരിലും, ഭാര്യയിലാവട്ടെ, ഭർത്താവിലാവട്ടെ, മക്കളിലാവട്ടെ, സുഹൃത്തുക്കളിലാവട്ടെ, നന്മയുടെ തഖ്വയുടെ ശീലങ്ങളുണ്ടാവും, നല്ല നല്ല സ്വഭാവങ്ങൾ. നമ്മളൊരു ട്രെൻഡ്, ഒരു പൊതു പ്രവണത എന്താണെന്നറിയോ? എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കണം എന്നാണ് ഉണ്ടാകുക. മാത്രം നമ്മളുടെ നിസ്കാരക്കാരൻ, അത് വേണ്ട ഏതായാലും. മാത്രം ഒരു കുരുത്തക്കടി ചെയ്യാത്തവൻ, അങ്ങനെ ഒരുത്തൻ നമ്മളെ കൂട്ടത്തിൽ ഏതായാലും വേണ്ട. നോക്കൂ നിങ്ങൾ, ഒരു വ്യക്തിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ സമൂഹത്തിലോ എവിടെയെങ്കിലും തഖ്വയുടെ, നന്മയുടെ എന്തെങ്കിലും ഒരു ശീലം ബാക്കിയുണ്ടെങ്കിൽ, കൊണ്ടു നടക്കുന്നെങ്കിൽ, അത് പ്രോത്സാഹിപ്പിക്കാനും വളർത്താനുമല്ലാതെ അതില്ലാതാക്കാനുള്ള ഒരു ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഒരു സഹാബിയെ പറ്റി സഹാബികൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ, എന്ത് നല്ല നിസ്കാരം എന്നറിയോ, എന്ത് ആവർത്തനമുള്ള നമസ്കാരം എന്നറിയോ? നല്ല നിസ്കാരം എന്ന് പറഞ്ഞാൽ നല്ല ഖുശൂ അടക്കമുള്ള നിസ്കാരമാണ്, കൃത്യമായ ആളെ നിസ്കാരം കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം നബിയുടെ പ്രതികരണം എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അത് പറയണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഓനക്കതൊരു വലിപ്പം തോന്നിയിട്ടോ നിർത്തിക്കളയും, അതുകൊണ്ട് ഉണ്ട് സത്യമാണെങ്കിലും പറയാൻ പോണ്ട. മനസ്സിലായെങ്കിൽ ഒരു വ്യക്തികൾക്ക് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അത് അസ്ഥാനത്തും സ്ഥാനത്തും പറഞ്ഞ് പേരിപ്പിച്ചപ്പോൾ ഓനക്ക് തോന്നുന്നു ഞാനൊരു കാര്യപ്പെട്ടവനാണ്. പിന്നെന്താ ഉണ്ടാവുക? അവിടെ നിൽക്കും, അത് വലുതാവൂല. അയാൾക്ക് തന്നെ സ്വയം തോന്നും ഞാനൊരു കാര്യപ്പെട്ടവനൊക്കെ തന്നെയാണ്. ഈ കൂട്ടത്തിൽ ആരും തറാവീഹ് വിത്രിസ്കരിക്കാറില്ലല്ലോ, ഈ റൂമിൽ നിങ്ങൾ മാത്രമല്ലേ വിത്രിസ്കരിക്കുന്നത്. അപ്പോൾ ഓനക്കും തോന്നി ഞാൻ മാത്രം ഒരു ഭക്തനാണ് ഈ കൂട്ടത്തിൽ. നീ മാത്രമല്ലേ ദിക്റുകൾ ചൊല്ലാ, ഞാൻ മാത്രമാണ് അതൊക്കെ ഒരു ഓർമ്മിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളുടെ തഖ്വയെ നശിപ്പിക്കരുത്, പ്രോത്സാഹിപ്പിച്ചോളൂ. ആ പ്രോത്സാഹനം അയാളിലുള്ള നന്മയെ നശിപ്പിക്കാനായിരിക്കരുത്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്ബി വൽ ഉദ്വാൻ. പുണ്യങ്ങളുടെ കാര്യത്തിൽ സഹകരിച്ചോളൂ, തഖ്വയുണ്ടാക്കുന്ന കാര്യത്തിൽ സഹകരിച്ചോളൂ. വലാ തആവനു, സഹായിക്കരുത്, അലൽ ഇസ്ബി, പാപത്തിൻ്റെ കാര്യത്തിൽ, വൽ ഉദ്വാൻ, ശത്രുതയുണ്ടാക്കുന്ന കാര്യത്തിൽ. എന്നെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയത് ഒരു തിന്മക്ക് കൂട്ടാളിയായി ഞാനുണ്ടെന്ന് കാണിക്കാനാണെങ്കിൽ ഞാൻ വരാൻ പാടില്ല ഇവിടേക്ക്. എവിടെയായാലും, ഏത് അവസരത്തിലായിരുന്നാലും ശരി, ഏത് സന്ദർഭത്തിലായാലും, എവിടെയായിരുന്നാലും ശരി, അതാ ശ്രദ്ധിക്കാതെ. ഒരു നന്മയുടെ തഖ്വയുടെ ഒരു വശം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഭാര്യ, അവൾക്കോളം ഉമ്മ എന്ന് വിചാരിച്ചാൽ ജീവന, എന്നും ഉമ്മാനെ വിളിക്കും, ഉമ്മാനെ സഹായിക്കും, ഉമ്മാക്ക് കൊടുക്കും, ഉമ്മാനതാക്കും. അത് മുടക്കാനല്ല മെനക്കെടേണ്ടത്, നടക്കട്ടെ. നീ ഉമ്മാനെ വിളിച്ചു, ഉമ്മാനായിട്ടുള്ള ആ ബന്ധമുണ്ടല്ലോ, അത് നല്ല സ്വഭാവമാണ്, നടക്കട്ടെ, തുടരട്ടെ. ഒരു പുരുഷൻ അയാളെ മാതാപിതാക്കളെയോ കുടുംബാദികളെയോ വേണ്ടപ്പെട്ടവരെയോ ജ്യേഷ്ഠാനിയന്മാരെയോ ബന്ധപ്പെട്ടുകൊണ്ടും സഹകരിച്ചുകൊണ്ടും ജീവിക്കുന്നു. അത് മുടക്കാനല്ല ഒരു പെണ്ണ് മെനക്കെടണ്ടേ. ഇയാളെ ഈ സ്വഭാവം നിർത്തണം എന്നല്ല, നടക്കട്ടെ. വേദനകൾ കേട്ടാൽ കണ്ണീര് പൊട്ടുന്നൊരു മനസ്സ്, ഒരു കണ്ണ്, ദീനാനുകമ്പം നിറയുന്നൊരു മനസ്സ്, കഷ്ടപ്പെടുന്ന മനുഷ്യന് വേണ്ടി ഓടി നടക്കാൻ താല്പര്യപ്പെടുന്നൊരു മനസ്സ്, അതുള്ള പല ആളുകളും നമ്മളെ നാട്ടിലുണ്ട്, നമ്മളെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അർഹമായ പ്രോത്സാഹനം കിട്ടാതെ വന്നപ്പോൾ ഓലൊക്കെ നിർത്തി. അപരാധങ്ങൾ പറഞ്ഞിട്ട്, അപവാദങ്ങൾ പറഞ്ഞിട്ട്, നുണപ്രചരണം നടത്തിയിട്ട് ഓല നന്മയുടെ വശം ഇല്ലാണ്ടാക്കി. എനക്കെന്ത് കിട്ടും? ഞാൻ ഒരു പിരിവിന് വന്നതാണ്. പിന്നെ ഹാർട്ട് പേഷ്യൻ്റ് ആയ ഒരാളുടെ, കിഡ്നി ഫെയിലിയർ ആയ ഒരാളുടെ, അല്ലെങ്കിൽ നാട്ടിലൊരാളുടെ എന്നിങ്ങനെ പലതവണ അയാൾ നമ്മുടെ മുമ്പിൽ വന്നു പെട്ടപ്പോൾ അയാൾ കേൾക്കുകയും കേൾക്കാതിരിക്കുകയും ചെയ്യാവുന്നൊരു വിധത്തിൽ നാം പ്രതികരിച്ചു. ഇവന് ഇതുകൊണ്ട് നല്ല കച്ചവടമാട്ടോ, നല്ല ലാഭമാണ് കേട്ടോ. ഇത് പലരും പറഞ്ഞപ്പോൾ ഓന് തോന്നി, എന്തിന്? എവിടെയോ ആർക്കോ ലഭിക്കേണ്ട സഹായത്തിൻ്റെ കരങ്ങൾ മുഴുവൻ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് നാം ഇല്ലാണ്ടാക്കി. ഈ എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ ഇപ്പോൾ ഒരാൾ വന്നൊരു കഷ്ടപ്പാട് ചോദിച്ചാൽ, ഒരു സഹായം ചോദിച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു വിചാരിക്കുക, പോടോ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ പറയുക? പോടോ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയും. അതതിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. നേരെ മറിച്ച് ഞാൻ ഒരു റിയാൽ എടുത്തു കൊടുത്താൽ നിങ്ങളിൽ പലരും 100 റിയാൽ വരെ എടുത്തു കൊടുക്കും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മുടക്കാനല്ല, ഒരു നന്മയുടെ മുന്നിൽ തുടക്കം കുറിക്കാൻ. അപ്പം നമ്മുടെ ഭാര്യയ്ക്കൊരു സ്വഭാവമുണ്ട്, അവൾ ഇന്നും എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കാറുണ്ട്. മുടക്കരുത്, നോക്കാം, എനിക്ക് നാളെ നോമ്പിൻ്റെ ദിവസമല്ലേ, എനിക്കൊരു മടി, അങ്ങനെ മടിക്കണ്ട, നോറ്റോ, ബാക്കി എന്താ വെച്ചാൽ ഞാൻ സഹകരിച്ചുകൊണ്ട്. അതാ ഭർത്താവിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കല്, അയാൾ ഉണർത്തണം. അല്ല, സമയമായില്ലേ, നിങ്ങളെന്തേ ഉറങ്ങിയത്, ഇന്ന് നിസ്കരിക്കണ്ടേ? ഞാൻ നിസ്കരിക്കണമെന്ന് വിചാരിച്ചല്ല, വേണ്ട, ഏതായാലും ആ ശീലം തെറ്റിക്കണ്ട. എന്തൊരു സുഖ ജീവിത തരങ്ങൾ. ഒരു സമൂഹത്തിന് കുറേ നന്മകൾ. മുസ്ലിം സമൂഹത്തെ പറ്റി എനിക്ക് എപ്പോഴും മതിപ്പാണ്. ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ടല്ല,
നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറയുന്ന പരാതികളെക്കാളെ പരിഭവങ്ങളെക്കാളേറെ ഒരുപാട് നന്മകൾ കൊണ്ട് നടക്കുന്നവരാ നമ്മളൊക്കെ. ഒരുപാടുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ അത്ര വിശാലതയോ ദീനാനുകമ്പയോ സഹകരണത്തിൻ്റെ മനോഭാവമോ ഒരു മേൽവിലാസവും കാത്തിരിക്കാതെ ചെയ്യുന്നവരാ മുസൽമാൻ. അവൻ്റെ മനസ്സിൽ അവന് പടച്ചോനെ പറ്റി നല്ല ബോധമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ കള്ളിൻ്റെ ബോട്ടിലുകൾ തരട്ടെ, അത് തൊടാൻ പോലും നിങ്ങൾ തയ്യാറാവില്ല. അത് വിറ്റ് കാശാക്കാൻ നിങ്ങൾക്ക് തോന്നൂല. കാരണം എന്താ? വേണ്ടടാ ഈ സാധനം, ഇത് വേണ്ട, അതുമൊക്കെ കിട്ടുന്ന ലാഭവും എനിക്ക് വേണ്ട. അത് ചിന്തിക്കാനുള്ള മനസ്സാന്നിധ്യം നമുക്കുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വെച്ചതും ശീലിക്കുന്നതും. അപ്പം ആ മുസ്ലിം സമൂഹത്തിൻ്റെ കുറേ സഹകരിക്കുന്ന സ്വഭാവങ്ങളുണ്ട് ആപത്തുകളിലും വിഷമങ്ങളിലൊക്കെ. ഒരു മരണ വീട്ട് നടന്നാൽ അറബികളെ സ്വഭാവം കാണിക്കരുത്, അവിടെ ഇസ്ലാമിൻ്റെ സ്വഭാവം കാണിക്കണം. അതെന്താ? ആ വീട്ടിൽ ചെല്ലുക, ആശ്വസിപ്പിക്കുക, ആ ജനാസ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ആ വീട്ടിൽ ജനാസ കുളിപ്പിക്കാനും പിന്നെ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുക. തിരക്കും ജോലിയുമുള്ളവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഒഴിവുള്ളവർ സമൂഹത്തിനതുണ്ടാവണം. എല്ലാവരും പോയി നോക്കിപ്പോന്ന് ആ വീട്ടുകാർ മാത്രം നേരം വെളുക്കോളും ഈ മയ്യത്തും കാത്തിരുന്നു. അല്ല, ഞങ്ങളിവിടെ ഉണ്ടാവും, നിങ്ങൾ പേടിക്കണ്ട. ഒരു കുട്ടീൻ്റെ കല്യാണത്തിൻ്റെ പ്രശ്നം വന്നു, സാരല്ല, അത് പരിഹരിക്കാൻ നമുക്കത് ചെയ്യാം. ഈ ഒരു മനസ്സുണ്ട് മുസൽമാൻ പരസ്പരം കാണിക്കേണ്ട മനസ്സ്, ആശ്വസിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന ആ നന്മയുടെ വശങ്ങൾ പറഞ്ഞ് മുരടിപ്പിക്കരുത്. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ. അതാണ് ഈ സ്ത്രീധനത്തിൻ്റെ വിഷയത്തിലൊക്കെ നടക്കുന്നത്. ആളുകൾ അത് ആഗ്രഹിക്കുന്നവരെ പോലും മുരടിപ്പിക്കുക. നീ മാത്രം വിചാരിച്ചാൽ. അങ്ങനെയല്ല. ആശയം വ്യക്തമായി കാണുന്ന വിചാരിക്കുന്നു. നമ്മൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം സഹകരിക്കുന്നതും നമ്മെ ബന്ധിപ്പിക്കുന്നതും ആളുകൾ തമ്മിൽ ശത്രുത വളർത്താനും പാപത്തിനുമുള്ളൊരു ഹേതുവായി മാറുന്നോ? വേണ്ട, ഞാനല്ല. ആളുകൾ തമ്മിൽ പക ഉണ്ടാക്കാനും വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിന്, പാപത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യത്തിന് എന്നെ കാക്കണ്ട. അത് ഭക്തിയും പുണ്യവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ സഹകരിക്കാം. അതാണ് ആ തീരുമാനം. ഇനി ഞാൻ പറയേണ്ട ഒരു കാര്യം, തഖ്വ ആവശ്യമായ മേഖലകളാണ്. അതെല്ലാം കൂടി എനിക്ക് ഈ ക്ലാസ്സിൽ പറയാൻ പറ്റില്ല. ഒരു വശം ഞാൻ പറയുന്നത് ഒരു മര്യാദയായിരിക്കുമല്ലോ. ഏറ്റവും അധികം തഖ്വ ആവശ്യമുള്ള ഒരു വിഷയം ഏതാണെന്നറിയോ? സ്ത്രീ പുരുഷ ബന്ധവും ലൈംഗിക ജീവിതവുമാണ്, വിഷയങ്ങളുമാണ്. ഞാനിത് പറയുന്നത് ഖുർആൻ ആ വിഷയത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന ആയത്തുകളുടെ കൂട്ടം തലയിൽ കിടക്കുന്നത് കൊണ്ടാണ്. വല്ലദീനഹും അലാ ഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഖുലിൽ മുഅ്മിനീന യഗ്ളുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ഖുലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന ലാ തഖറബു സിനാ ഇന്നഹു ഫാഹിശത്തുൻ വസാഅ സബീല ദാലിക അഗ്ളദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫറജ്. ഖുർആന്റെ ആ വാക്കുകൾ നോക്കൂ നിങ്ങളിങ്ങനെ. സൂറത്ത് മുഅ്മിനൂൻ ആദ്യ ഭാഗത്ത് പറഞ്ഞു വല്ലദീനഹും അലാ ഫുറൂജിഹിം ഹാഫിളൂൻ. ഭക്തൻ, വിശ്വാസി, ജയിക്കുന്ന മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അവൻ്റെ ലൈംഗിക ഭാഗങ്ങളെ സൂക്ഷിക്കുന്നവനാണ്. തൻ്റെ ഇണകളുടെ സമീപത്തും തനിക്ക് കീഴ്പ്പെടുത്താൻ അനുവാദമുള്ള അടിമകളായി തനിക്ക് അള്ളാഹു അനുവദിച്ചു തന്ന അടിമകളുടെ വിഷയത്തിലും ഒഴികെ. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക, അനുവദിക്കപ്പെട്ട ഭാര്യ, അനുവദിക്കപ്പെട്ട അടിമ സ്ത്രീ, ഇതല്ലാത്ത മറ്റെന്തു മാർഗം ആര് സ്വീകരിച്ചാലും ഫൗലൈക ഹുമുൽ ആദൂൻ, അവർ അതിര് കടക്കുന്നവരാ, ധിക്കാരികളാ. മറ്റൊരു മാർഗവും മുസൽമാൻ സ്വീകരിച്ചുകൂടാ. ലാ തഖറബു സിന, വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്. കാരണം പിന്നെ ഫാഹിഷ, മ്ലേച്ഛമല്ലേ അത്, വൃത്തികെട്ടൊരു സ്വഭാവമല്ലേ അത്. സാഅ സബീല. വിശ്വാസികളോട് പറയണം കണ്ണടക്കാൻ, കണ്ണ് മാറ്റാൻ. പെണ്ണുങ്ങളോടും പറയണം കണ്ണ് താഴ്ത്തിയേക്കൂ. ആവശ്യമില്ലാത്തിടത്തേക്കും ആവശ്യമില്ലാത്തവനെയും നോക്കേണ്ടതില്ല, കണ്ണടച്ചേക്കൂ, കണ്ണ് മാറ്റിയേക്കൂ, ദൂരെയാക്കിയേക്കൂ.